الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلونكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സാലിഹീങ്ങളോടും ഒപ്പം പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 1-2 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന പ്രദേശത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ
സംഭവിച്ച ഭീകരാക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യരെയും അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന അതിദാരുണമായ മൃഗീയമായ കൊലപാതകങ്ങൾ. 10-28ഓളം ആളുകൾ ഉടനെ തന്നെ മരണപ്പെടുകയും 60ഓളം ആളുകൾക്ക് അതിമാരകമായ പരിക്കുകൾ ഏൽക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മൾ ഓരോരുത്തരും വായിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ, ഭീകരാക്രമണങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ മനുഷ്യർക്കെല്ലാം വേദനയാണ്. മാനവികത ഉൾക്കൊള്ളുന്ന, മനുഷ്യത്വം ഉള്ളിലുള്ള ഓരോ മനുഷ്യനും അങ്ങേയറ്റം ദുഃഖിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണിത്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആദർശത്തെയും അതിന്റെ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും ഒക്കെ അടിക്കാനുള്ള ഒരു വടി കിട്ടി എന്ന അർത്ഥത്തിൽ നവനാസ്തികരെ പോലെയുള്ള പലരും സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായി കൊണ്ട് പ്രതികരിക്കുന്നത്, വീഡിയോകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭീകരാക്രമണത്തിൽ അങ്ങേയറ്റം വേദനിപ്പിക്കപ്പെടുന്ന ഈ ദുരന്തത്തിൽ അല്പം പോലും ദുഃഖമില്ലാത്ത രൂപത്തിൽ അതൊരു വശത്തേക്ക് വലിച്ചെറിയുകയും എന്നിട്ട് ഇത് ഇസ്ലാമിനെ അടിക്കാൻ നമുക്ക് ലഭിച്ച ഒരു വടിയാണ് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ മുസ്ലിമീങ്ങളാണ് പ്രവർത്തിക്കുന്നത്, അവരങ്ങനെ പ്രവർത്തിക്കാൻ അവരുടെ പ്രവാചകൻ അദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അവരുടെ വേദഗ്രന്ഥമായ ഖുർആൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ആളുകൾ വന്നിട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കൊക്കെ വന്നിട്ട് പേര് ചോദിച്ച് മുസ്ലിമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊലപാതകം നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, യഥാർത്ഥമായി വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ലോകത്ത് കോടാനുകോടി ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾ. നമുക്കൊക്കെ ഒരുപാട് ആളുകൾ, സുഹൃത്ത് വലയങ്ങൾ, നമ്മളുമായി നിത്യമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിമീങ്ങളായ ആളുകൾ. പക്ഷെ ഒരിക്കലെങ്കിലും അവരെ ഒന്ന് മാനസികമായി വേദനിപ്പിക്കണമെന്ന് പോലും നമുക്കാർക്കും തോന്നാത്തത് ഈ വിശുദ്ധ ഖുർആനിന്റെ ശരിയായ അധ്യാപനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ, ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്നില്ലേ, മുസ്ലിം നാമധാരികളായ ആളുകൾ നടത്തുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിന് ഇസ്ലാമോ ഇസ്ലാമിന്റെ പ്രവാചകനോ വിശുദ്ധ ഖുർആനോ അതിന് ഒരു തരത്തിലും കാരണമാകുന്നില്ല എന്ന് ഇതിന്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും. പിന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടത്തുകയും ചെയ്യുന്നവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരു മുസ്ലിമിന് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ല എന്ന് ഖുർആനിന്റെ വചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം എന്നുള്ള മതത്തിന്റെ ആളുകളാണ് നാം. അതിന്റെ അർത്ഥം പോലും സമർപ്പണം, സമാധാനം എന്നുള്ള അർത്ഥം വരുന്ന ഒരു പദപ്രയോഗമാണ് നമ്മുടെ മതത്തിന്റെ പേര് പോലും സൂചിപ്പിക്കുന്നത്, ഇസ്ലാം. ഓരോ മുസ്ലിമും മറ്റുള്ളവരെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നത് നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, സമാധാനത്തിന്റെ മതത്തിന്റെ ആളുകളാണ് സത്യത്തിൽ മുസ്ലിമീങ്ങൾ. നമ്മൾ ഓരോരുത്തരും അതിന്റെ ആളുകളാണ്. പക്ഷേ നമ്മെ ക്രൂരന്മാരും
ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തകനുമൊക്കെ ആക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു വിഭാഗം ആളുകളുടെ ലക്ഷ്യമാണ്. ഇവിടെ കൃത്യമായി കൊണ്ട് അത്തരം അജണ്ടകളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ നിലപാടെന്ത് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. എന്റെ അടിമകളെ അല്ലാഹു വിളിക്കുകയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ ഇതാ സ്വയം എനിക്ക് ഹറാമാക്കിയിട്ടുണ്ട് അക്രമം എന്നുള്ളത്. മറ്റൊരാളെ ആക്രമിക്കുക എന്നുള്ളത് ഞാൻ എനിക്ക് സ്വയം നിഷിദ്ധമാക്കിയ കാര്യമാണ്. വജഅൽതുഹു ബൈനകും മുഹറമ, എനിക്ക് മാത്രമല്ല മനുഷ്യരെ, എന്റെ അടിമകളെ, നിങ്ങൾക്കിടയിലും ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ അധ്യാപനം. ഫലാ തദാലമു, നിങ്ങൾ അക്രമങ്ങൾ അയച്ചു വിടരുത്, നിങ്ങൾ പരസ്പരം ആക്രമിക്കുന്നവരാവരുത്. ഇതാണ് വിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനം. നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കണമെന്നും നിങ്ങൾ പരസ്പരം കാരുണ്യത്തോടുകൂടി ജീവിക്കണമെന്നും അപരന് ഏതു തരത്തിലുള്ള സഹായഹസ്തങ്ങൾ നീട്ടുവാനാണോ നിനക്ക് സാധിക്കുന്നത് അത് വിശാലമായി നീട്ടിക്കൊടുക്കണമെന്നുമാണ് ഒരു മുസ്ലിമിനോട് ഇസ്ലാമിന്റെ അധ്യാപനം. ഖുർആനിന്റെ വചനങ്ങൾ എടുത്തു നോക്കിയാലും കാരുണ്യവാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ എടുത്തു നോക്കിയാലും ഒക്കെ അതിലൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് സമാധാനത്തിന്റെ അധ്യാപനങ്ങളാണ്, കാരുണ്യത്തിന്റെ അധ്യാപനങ്ങളാണ്, ദയയുടെയും അനുകമ്പയുടെയും അധ്യാപനങ്ങളാണ്. നിങ്ങൾ മറ്റുള്ളവരോട് കാരുണ്യത്തോടുകൂടെ വർത്തിക്കണമെന്ന്, ദയയോടുകൂടെ വർത്തിക്കണമെന്ന്, സമാധാനത്തോടുകൂടെ ഇടപെടണമെന്ന്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സംസാരമോ ഇടപെടലുകളോ വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പഠിപ്പിക്കുന്ന ഈ അധ്യാപനങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾക്ക്, ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു വിശ്വാസിക്ക്, ഈ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാ അപരനെ വേദനിപ്പിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവന് മുറിവേൽപ്പിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവന്റെ നെഞ്ചകത്തേക്ക് വെടിയുതിർക്കാൻ സാധിക്കുന്നത്? ഒരു മുസ്ലിമിന് അത് സാധ്യമല്ല എന്ന് ഖുർആനും പ്രവാചകർ വചനങ്ങളും പഠിപ്പിക്കുമ്പോ അതാരാണ് കശ്മീരിൽ ചെയ്തത്? അത് മുസ്ലിമല്ല എന്ന് തീർത്തു പറയാൻ ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വെച്ചുകൊണ്ട് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതൊരു മുസ്ലിം പ്രവർത്തിക്കുകയില്ല, അതൊരു മുസ്ലിമിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അത് പ്രവർത്തിച്ചവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിലുള്ളവനല്ല എന്ന് പറയാൻ സാധിക്കും. കാരണം ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനോട് ഒത്തുചേർന്ന് ഇടപഴകിക്കൊണ്ട് ക്രയവിക്രയങ്ങൾ നടത്തി ഒരുപാട് അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെ അവരെ കൊല്ലുകയല്ല, അവരെ ആക്രമിക്കുകയല്ല, അവരെ പീഡിപ്പിക്കുകയല്ല. പലപ്പോഴും തന്നെ പീഡിപ്പിച്ച അവിശ്വാസികൾക്ക്, തന്നെ വേദനിപ്പിച്ച അവിശ്വാസികൾക്ക്, തന്നെ ബഹിഷ്കരിച്ച അവിശ്വാസികൾക്ക് പോലും നിങ്ങൾക്ക് ഞാനിതാ മോചനം തന്നിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-യൗം യൗമുൽ മൽഹമ, ഇതാ നമ്മൾ പീഡിപ്പിച്ച, നമ്മൾ ആക്രമിച്ച, നമ്മളെ രക്തം ചിന്തിയ ഒരുപാട് പേരെ നമ്മൾ കൊന്നൊടുക്കി അശാപ്പ് ചെയ്തിട്ടുണ്ട്. അവരിന്നിതാ മക്ക കീഴടക്കി വന്നിട്ടുണ്ട്. അൽ-യൗം യൗമുൽ മൽഹമ, ഇന്ന് രക്തം ചിന്തുന്ന ദിവസമാണ്. ഇന്ന് മുഹമ്മദും കൂട്ടരും നമ്മെ കൊന്നൊടുക്കുന്ന ദിവസമാണ്, നമുക്കിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അന്ന് തിരുത്തി കൊടുത്തു. അല്ല, അൽ-യൗം യൗമുൽ മർഹമ, ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ്. ഇന്ന് പ്രയാസപ്പെടുത്തിയവരോട്, ഇന്ന് പീഡിപ്പിച്ചവരോട്, ഇന്ന് ആക്രമിച്ചവരോട്, ഇന്ന് നമ്മെ ബഹിഷ്കരിച്ചവരോടൊക്കെ കാരുണ്യം ചൊരിയുന്ന ദിവസമാണെന്ന് റഹ്മാനായ റഹ്മത്തുൽ ആലമീൻ അങ്ങനെയാ പ്രവാചകൻ വിശേഷിപ്പിച്ചത്. ലോകർക്ക് കാരുണ്യമായിട്ടാണ് പ്രവാചകനെ അങ്ങയെ നാം നിയോഗിച്ചത്. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ അന്ന് മക്കയിലെ മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി പറഞ്ഞതെന്താ? അൽ-യൗം യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് എന്ന. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ അനുയായിക്ക്, ഈ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുന്നത്?
മറ്റുള്ളവന്റെ രക്തം ചിന്താൻ കഴിയുന്നത് ഇല്ല. അതൊരു വിശ്വാസിയല്ല. അതൊരു വിശ്വാസിക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം ക്രൂരപ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ മുസ്ലിം അല്ല. അയാളുടെ പേര് ചിലപ്പോൾ മുഹമ്മദ് എന്നായിരിക്കാം, പേര് ചിലപ്പോൾ അബ്ദുള്ള എന്നായിരിക്കാം. അതെവിടെ നിന്ന് ലഭിച്ചു എന്ന് നമുക്കറിയില്ല. ഒരാളും പേര് കൊണ്ട് മുസ്ലിം ആവുന്നില്ല. അള്ളാഹുവിന്റെ നിയമാവലികളും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ രണ്ട് സാക്ഷ്യവചനങ്ങളാണ് നമ്മെ മുസ്ലിമാക്കുന്നത്. അതോടുകൂടെ ഈ അധ്യാപനങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ദആ ഇലാ അസബിയ്യത്തിൻ ലൈസ മിന്നാ, മൻ ദആ ഇലാ അസബിയ്യത്തിൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, ഭീകരാക്രമണത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അയാൾ മുസ്ലിമല്ല, നമ്മിൽപ്പെട്ടവനല്ല. വമൻ മാത അല വലൈസ മിന്നാ മൻ മാത അല അസബിയ്യ, ഈ വർഗീയതയ്ക്ക് വേണ്ടി പോരാടിയിട്ട് മരണപ്പെടുന്ന വ്യക്തിയുണ്ടല്ലോ, ലൈസ മിന്നാ, അവൻ മുസ്ലിമല്ല, നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അല അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, യുദ്ധം ചെയ്യുന്നവൻ, ചാവേറാകുന്നവൻ, തോക്കുമായി വരുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അയാൾ മുസ്ലിമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഏത് മുസ്ലിമിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് പോകാനാ അവർ തോക്കുമായിട്ട് നടക്കുന്നത്? അല്ല, അവർ മുസ്ലിം അല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ വചനങ്ങളാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാണ് അവർ മുസ്ലിമീങ്ങളല്ല എന്ന് നമ്മോട് പഠിപ്പിക്കുന്നത്. കാരുണ്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. കാരുണ്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. പാവപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അവിടെ മതം നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വേദനകൾ അനുഭവിക്കുന്നവരുടെ വേദന ശമിപ്പിക്കാൻ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. അവിടെ മതം നോക്കാൻ പഠിപ്പിക്കുന്നില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോ സഹായിക്കണമെന്ന് പഠിപ്പിക്കുന്നവർ ഇസ്ലാം അവന്റെ മതം നോക്കാൻ, അവന്റെ വർണ്ണം നോക്കാൻ, ജാതി നോക്കാൻ ഇല്ല, നമ്മെ പഠിപ്പിക്കുന്നില്ല. അത്രത്തോളം വിശാലമായ മാനസികാവസ്ഥയോടുകൂടെ വളരാനാണ് ഇസ്ലാം വിശ്വാസികളോട് പഠിപ്പിക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. ഓരോ വിശ്വാസിയും, സഹോദരങ്ങളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് പാത്രമാകുന്നവരെന്നറിയുമോ? അർറാഹിമൂൻ, റഹ്മത്ത് ചെയ്യുന്നവരാണ്, കാരുണ്യം കാണിക്കുന്നവരാണ്. കരുണയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾക്കാണ് അർറാഹിമൂൻ യർഹമുഹുർ റഹ്മാൻ, അവരോടാണ് റഹ്മാനായ റബ്ബിന് കരുണ കാണിക്കുകയുള്ളൂ. പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ അമലുകളെ കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. ആ റഹ്മത്ത് ലഭിക്കുന്നത് അർറാഹിമൂൻ, റഹ്മത്ത് കാണിക്കുന്നവനാണ്. എങ്ങനെയാണ്? തോക്കു ചൂണ്ടി മറ്റുള്ളവന്റെ നെഞ്ചകത്തേക്ക് വെടിയുതിർക്കുന്നവന് കരുണയുണ്ടോ? അവന് ദയയുണ്ടോ? അവന് അനുകമ്പയുണ്ടോ? അവന്റെ മനസ്സും അവന്റെ തലച്ചോറും മുഴുവനും ക്രൗര്യത നിറഞ്ഞ ക്രൂരമായ ഒരു മനോഭാവമാണ് അതിനുള്ളത്. അവർക്കല്ല സ്വർഗം ലഭിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മറ്റുള്ളവരുടെ വേദനകൾ അറിയുന്നവൻ, ആ വേദനയിൽ പങ്കുചേരുന്നവൻ, മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി തന്നാലാവുന്നത് ചെയ്യുന്നവൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം. യർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനുഷ്യരോട് മാത്രമല്ല, യർഹമു മൻ ഫിൽ അർദി, ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനോടും, ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോട് പോലും മുസ്ലിമേ നീ റഹ്മത്ത് കാണിക്കുന്നവനാകണം. എങ്കിലാണ് യർഹമുക്കുമുർ റഹ്മാൻ, നിങ്ങളോട് റഹ്മാനായ റബ്ബിന്റെ കരുണയുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭ്യമാകണോ? നിങ്ങൾ ഭൂമിയിലുള്ളവരോട്, അത് ഇഴജന്തുക്കളാവട്ടെ, പക്ഷികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ കാരണത്താൽ സ്വർഗത്തിലേക്ക് പോയ കഥ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പോയ സ്ത്രീയുടെ കഥ. ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം നൽകാതെ അതിന് കൊന്നുകളഞ്ഞതിന്റെ പേരിൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ കഥ പറഞ്ഞതും റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ കഥയറിയുന്ന പക്ഷികളോട് ഒരു പക്ഷിക്കുഞ്ഞിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി? നോക്കുമ്പോ ആ മരത്തിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ആ പക്ഷിക്കുഞ്ഞിന് ചുറ്റും അതിന്റെ തള്ളപ്പക്ഷി വല്ലാതെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വട്ടമിട്ട് പറന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കുഞ്ഞിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവെക്കുക, ആ തള്ളപ്പക്ഷിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞ് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പക്ഷിക്കുഞ്ഞിനോട് തള്ളപ്പക്ഷിയോട് കാരുണ്യം കാണിക്കുന്നത് ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരോട് മാത്രമല്ല, പക്ഷികളോടും ജീവികളോട് പോലും കാരുണ്യം കാണിക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ള സകലതിനോടും നിങ്ങൾ റഹ്മത്ത് കാണിക്കണം എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസിക്ക് എങ്ങനെ സാധിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ, മറ്റുള്ളവരെ സങ്കടപ്പെടുത്താൻ? ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അത് ഇസ്ലാമിന്റെ പേരിലേക്ക് കൂട്ടിവെക്കാൻ യാതൊരു ന്യായവും നമുക്ക് കാണുകയില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അത് ആ രൂപത്തിലാണ്. അത് അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നോ അമുസ്ലിമീങ്ങളുമായി വിട്ടുനിൽക്കണമെന്നോ അങ്ങനെയാണോ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ? അങ്ങനെയാണോ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്? ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ വചനം അല്ലാഹു പറയുന്നത്, ലാ യൻഹാകുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. മുസ്ലിമീങ്ങളുമായി ഏറ്റവും നീതിയോടുകൂടെ ജീവിക്കുന്നതും അൻ തബറൂഹും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതും അല്ലാഹു വിരോധിച്ചിട്ടില്ല. വിരോധിച്ചത് ആർക്കാണ്? ചില ആളുകൾ ഒക്കെ പറയുന്നുണ്ട്, ലം യുഖാതിലുകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്ന ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് താമസിക്കാൻ സമ്മതിക്കാത്ത ആളുകൾ ഉണ്ടാകും. അവരോട് നല്ലോണം നിൽക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുമായി മൈത്രിയിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുമായിട്ട് നല്ല രീതിയിൽ നീതിയോടുകൂടെ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ പഠിപ്പിച്ചു തരുമ്പോ നിരപരാധികളായ വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളെ അവരുടെ നെഞ്ചകത്തിലേക്ക് വെടിയുതിർത്തുകൊണ്ട് അവരെ വേദനിപ്പിച്ച്, അവരുടെ കുടുംബാംഗങ്ങളെ വേദനിപ്പിച്ച്, ഒരുപാട് സ്ത്രീകളെ വിധവകളാക്കി, ഒരുപാട് മക്കളെ അനാഥരാക്കി മാറ്റുന്ന ഈ ക്രൂരതയ്ക്ക് ഇസ്ലാമിന്റെ പിൻബലമോ, വിശുദ്ധ ഖുർആനിന്റെ പിൻബലമോ, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇതിന് പ്രചോദനമോ ഇല്ല. സഹോദരങ്ങളെ, നമ്മൾ അടിയുറച്ച് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ചിലരുടെ ഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു മുസ്ലിമിന് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ സാധ്യമല്ല എന്ന് അടിവരയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. വർഗീയതയുമായി ഒരു മുസ്ലിമിനും ഒരു ബന്ധവും പാടില്ല. ഒരു മനുഷ്യനെ കൊല്ലുക, നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അൻ-നാസ ജമീഅ. ഒരു മനുഷ്യ ജീവനെങ്ങാനും അന്യായമായി എടുത്താൽ അയാൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലപാതകിക്ക് തുല്യമാണെന്ന് ഖുർആൻ. ഒറ്റ മനുഷ്യന്റെ ജീവൻ അപഹരിച്ചാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യമാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോ 10ഉം 28ഉം ആളുകൾക്ക് നേരെ നിറയൊഴിച്ച മനുഷ്യൻ മുസ്ലിമോ? അയാൾക്ക് ഖുർആൻ പ്രചോദനമാവുകയോ? അയാൾക്ക് പ്രവാചകൻ മാതൃകയാവുകയോ? സഹോദരങ്ങളെ, എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു അപരാധമാണ് ഇത്തരത്തിലുള്ള ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരു മനുഷ്യൻ ആരെങ്കിലും ജീവൻ നൽകിയാൽ
ഒരു മനുഷ്യനെ ആരെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമായ ഏറ്റവും മഹത് പ്രവർത്തനമാണ് അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ. ഇതാണ് ഒരു മുസ്ലിം, ഇതാണ് ഒരു മുസ്ലിമിന്റെ അധ്യാപനങ്ങൾ. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ നമ്മൾ കണ്ടു. ആ കുതിര സവാരിക്കാരനായ, കുതിരകളെ സവാരി ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുന്ന സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ, അദ്ദേഹം മരണപ്പെട്ടത് എങ്ങനെയാണ്? തന്റെ കൂടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ തോക്കുകൊണ്ട് വെടിയുതിർക്കുമ്പോ ആ തോക്ക് തട്ടിമാറ്റിയപ്പോ ആ തോക്ക് കൊണ്ട് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ വെടിവെച്ചു കൊന്നു. അമുസ്ലിമീങ്ങളല്ലേ, അവരെ കൊന്നോട്ടെ എന്നല്ല, മറിച്ച് ഇവരെ സംരക്ഷിക്കേണ്ടത് ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ, ഒരു മുസ്ലിം എന്ന വിഷയത്തിൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഹുസൈൻ ഷാ അവിടെ ഷഹീദാവുകയാണ്. അക്രമികളുടെ വെടിക്ക് അവിടെ വെടി കൊണ്ടുകൊണ്ട് അവിടെ പിടഞ്ഞു വീഴുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്ന പിതാവ് മരണപ്പെട്ട ഒരു സഹോദരി പറഞ്ഞിരുന്ന, എനിക്ക് മുസാഫിർ എന്നും സമീർ എന്നും പറഞ്ഞ രണ്ട് സഹോദരങ്ങളെ കശ്മീരിൽ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. കാരണം തന്റെ പിതാവ് മരണപ്പെട്ടപ്പോ മറ്റാരുമില്ലാതെ ഞാനും എന്റെ കൊച്ചു മക്കളും മാത്രമായപ്പോ ഒരു അനിയത്തിയെ പോലെ അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും ഒക്കെ ഹോസ്പിറ്റലിലും മോർച്ചറിയിലേക്കും ഒക്കെ എന്നെ ഒരു അനിയത്തിയെ പോലെ കൊണ്ടു നടന്നത് മുസാഫിറാണ്, സമീറാണ്, എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് തുല്യരാണ് എന്ന് പറഞ്ഞത് അവരാണ് മുസ്ലിമീങ്ങൾ. സയ്യിദ് ആദിൽ ഹുസൈൻ ഷായിലൂടെയും സമീറിലൂടെയും മുസാഫിറിലൂടെയുമാണ് നമ്മൾ മുസ്ലിമിനെ അളക്കേണ്ടത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ കരങ്ങളെ കൊണ്ടോ നാവിനെ കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത്. അതാണ് യഥാർത്ഥ മുസ്ലിം. അത് കശ്മീരിലെ ജനങ്ങൾ പിറ്റേന്ന് ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അക്രമത്തിനെതിരെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്, പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട്, പ്രതിഷേധ മാർച്ചുകൾ നടത്തിക്കൊണ്ട് അവര് പറഞ്ഞു 92% മുസ്ലിമീങ്ങളാണ് അവിടെ. അവര് പറഞ്ഞു ഇതിനെ ഞങ്ങൾ ആരും അനുകൂലിക്കുന്നില്ല. അവര് മാത്രമല്ല, ലോകത്ത് ഒരു മുസ്ലിമിനും അനുകൂലിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഇത്തരം നിഖണ്ഡവാദങ്ങൾ, പ്രചണ്ഡവാദങ്ങൾ, പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്നവർക്ക് കൃത്യമായ തക്കതായ മറുപടി കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിലേക്കോ ഇത്തരം ഉദ്ദേശങ്ങളുടെ, ഇത്തരം വെറുപ്പിന്റെ ആശയങ്ങളുമായി കടന്നു വരുന്നവരെ മാറ്റി നിർത്താൻ കൂടെ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, പ്രവാചകന്റെ കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഏറ്റവും നല്ല സമാധാനത്തോടെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ, ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ക്വാളിറ്റി എന്നുള്ളത് അത് നാട്ടിൽ സമാധാനം ഉണ്ടാക്കുകയാണ്, അത് ഐക്യം ശക്തിപ്പെടുത്തുകയാണ്, മറ്റുള്ളവർക്ക് ഒരു തണൽ മരമായി, ഒരു വലിയ ഒരു തണൽ വൃക്ഷമായി ജീവിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ക്വാളിറ്റി. ആ രൂപത്തിൽ ഒരു ശരിയായ മുസ്ലിമായി കൊണ്ട് മരണം വരെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കൊലപാതകം ഏറെ ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഒരു കൊലപാതകം എന്നതല്ല, അതിനപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എത്രത്തോളം ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ, ഒരു ആയുധം, അത് തോക്കാവട്ടെ, ഒരു കത്തിയാവട്ടെ, ഒരു അമ്പാവട്ടെ, എന്തെങ്കിലും ഒരായുധം, മറ്റുള്ളവനെ ആക്രമിക്കാൻ ഉതകുന്ന ഒരായുധം തന്റെ സഹോദരന് നേരെ ചൂണ്ടാൻ പാടില്ല. ആക്രമിക്കുന്നത് എന്നിട്ടല്ലേ? ഒരു വിശ്വാസിക്ക് എന്റെ കയ്യിലുള്ള കത്തി അത് എന്റെ സഹോദരന് നേരെ ചൂണ്ടുന്നത് ഹറാമാണെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ ചൂണ്ടിയാൽ നോക്കൂ റസൂലുള്ളാഹി പറയാ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യൻ അത് ഉപേക്ഷിക്കുന്നത് വരെ മലക്കുകൾ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ? ഒരു കത്തി തന്റെ സഹോദരന് നേരെ ചൂണ്ടിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപം നിനക്കേൽക്കും, അതുകൊണ്ട് അതുപോലും നീ പ്രവർത്തിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് യഥാർത്ഥ വിശ്വാസികൾ. ഈ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഇദാ മർറ അഹദുക്കും ഫീ മസ്ജിദിനാ ഔ ഫീ സൂഖിനാ വമഅഹു ജബ്ലുൻ. നിങ്ങൾ നമ്മുടെ പള്ളിയുടെ സമീപത്തുകൂടെയോ അങ്ങാടിയിലൂടെ നടക്കുമ്പോ അന്നത്തെ ആളുകളുടെ കയ്യിൽ വാള്, അറബികളെ നമുക്കറിയാലോ, വാളുണ്ടാകും, അതല്ലെങ്കിൽ അമ്പുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമഅഹു ജബ്ലുൻ, തന്റെ കൈവശം അസ്ത്രമുണ്ട്, അമ്പുണ്ട് എങ്കിൽ ഫൽയുംസിക അലാ നിസ്വാലിഹാ ഔ ഖാല ഫൽയഖ്ബിൽ ബികഫിഹി അൻ യുസീബ അഹദൻ മിനൽ മുസ്ലിമീന മിൻഹാ ശൈഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ അമ്പുണ്ട് എങ്കിൽ അതിന്റെ കുത്തുന്ന ഭാഗമുണ്ടല്ലോ അത് തായോട്ടാക്കി വെക്കണം, അതല്ലെങ്കിൽ അത് എടുത്ത് സുരക്ഷിതമായി കയ്യിൽ വെക്കണം. അത് മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു വേദനയുണ്ടാവരുത്, ഉപദ്രവം ഉണ്ടാവരുത്, സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകനെയാണോ കൊലപാതകങ്ങൾക്ക് പ്രചോദകനായിട്ട്, ഈ പ്രവാചക അധ്യാപനങ്ങളെയാണോ ഇവരിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്? ഒരിക്കലും അത് സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതൽ കരുതലുണ്ടാവണം. നമ്മളും സ്വാഭാവികമായി അത്തരത്തിൽ ആയുധമെടുത്ത് ചൂണ്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതീവ ഗൗരവത്തോടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നത് മനസ്സിലാക്കി പരസ്പരം അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും സമാധാനത്തിനും ഐക്യത്തിനും സ്നേഹത്തിനും അത്തരത്തിലുള്ള ഒരുമയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയാണ് സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിന്റെ വക്താക്കളായ അതിന്റെ വാഹകരും പ്രചാരകരുമായ നമ്മിൽ നിന്നുണ്ടാവേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.